Hi all, welcome to today's presentation. Today we are going to study about multi-pass assembler. നമ്മൾ ഓൾറെഡി വൺ പാസ് അസംബ്ലർ എന്താണെന്ന് പഠിച്ചു. വൺ പാസ് അസംബ്ലർ എന്തായിരുന്നു? ഒരു പാസിലൂടെ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇൻപുട്ട് ഫയലിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കണം? ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള അസംബ്ലറിനെയായിരുന്നു നമ്മൾ വൺ പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ടു പാസ് അസംബ്ലർ എന്തായിരുന്നു? വൺ പാസിലൂടെ നമ്മൾ സിമ്പിൾ ടേബിളും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പാസിലൂടെ മാത്രമാണ് നമുക്ക് ഒബ്ജക്റ്റ് കോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് വൈ വി കോൾഡ് ഇറ്റ് ആസ് ടു പാസ് അസംബ്ലർ. ഇനി മൾട്ടി പാസ് അസംബ്ലർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എന്തിലൂടെ പാസ് ചെയ്യേണ്ടി വരും? ഇൻപുട്ട് ഫയലിലൂടെ പാസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക? ഒരു ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൾട്ടി പാസ് അസംബ്ലർ ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. ആൽഫ ഇ ക്യു ബീറ്റ എന്ന് പറയുന്നതും ബീറ്റ ഇ ക്യു ഡെൽറ്റ, ഡെൽറ്റ ഇ ക്യു 3. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. നമുക്ക് ഓരോ പാസിലൂടെയും കടന്നു പോകുമ്പോൾ, മൾട്ടിപ്പിൾ പാസ് അല്ല, അപ്പോൾ ഫസ്റ്റ് പാസിലൂടെ കടന്നു പോകുമ്പോൾ ആൽഫ ഇ ക്യു ബീറ്റ, ആൽഫ എന്ന് പറയുന്നത് എന്താ നമുക്കറിയില്ല, ബീറ്റ എന്ന് പറയുന്നത് എന്താ നമുക്കറിയില്ല, ഇല്ലല്ലോ. അപ്പോൾ ആൽഫയും ബീറ്റയും നമുക്കറിയില്ല. ബീറ്റ ഇ ക്യു ഡെൽറ്റ രണ്ടാമത്തോ നോക്കി, ബീറ്റ എന്താണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡെൽറ്റ എന്താണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടില്ല. നമുക്ക് ഡെൽറ്റനെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അറിയില്ല. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഡെൽറ്റ ഇ ക്യു 3, അപ്പോൾ നമുക്ക് ഡെൽറ്റൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഡെൽറ്റ 3 എന്ന് കിട്ടി. അപ്പം ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമുക്ക് ഡെൽറ്റൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടിയത്. ഓക്കെ, അസൈൻ ചെയ്തിരിക്കുന്നത് ഡെൽറ്റയിലേക്ക് 3 ആണ്. സോ നമുക്ക് ഫസ്റ്റ് പാസിൽ 3 ഡെൽറ്റ എന്ന് മാത്രമാണ് കിട്ടിയത്. ഡെൽറ്റ ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെയൊക്കെ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം ആണ് അല്ലേ. ഇവിടെ ഒന്നും നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ നെക്സ്റ്റ് പാസിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൽഫ ഇ ക്യു ബീറ്റ, ആൽഫനെ അറിയില്ല, നമുക്ക് ബീറ്റനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബീറ്റ ഇ ക്യു ഡെൽറ്റ. ഓക്കെ, പക്ഷേ നമുക്ക് ഡെൽറ്റൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് പാസിൽ കിട്ടി 3 ആണ്. അപ്പോൾ സെക്കൻഡ് പാസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബീറ്റ ഇ ക്യു ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഡെൽറ്റയിൽ എന്താണോ അത് നമ്മൾ ബീറ്റയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ ഡെൽറ്റ എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ ഒബ്വിയസ്ലി ബീറ്റയും എന്തായിരിക്കും? 3 ആയിരിക്കും. സോ നമുക്ക് ബീറ്റയും കിട്ടി, ഡെൽറ്റയും കിട്ടി. ഓക്കെ, അപ്പോഴും നമുക്ക് ആൽഫ കിട്ടിയിട്ടില്ല. സോ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് പാസ്. ഓക്കെ, ദെൻ എന്താണ്? ആൽഫ ഇ ക്യു ബീറ്റ. ആൽഫ നമുക്കറിയില്ല, പക്ഷേ ബീറ്റ നമുക്കറിയാം. ബീറ്റൻ്റെ വാല്യൂ 3 ആണ്. സോ ആൽഫ ഒബ്വിയസ്ലി വിൽ ബി 3 ആയിരിക്കും. സോ അപ്പോൾ നമുക്കങ്ങനെ മൂന്നാമത്തെ പാസിലാണ് ആൽഫ 3, ബീറ്റ 3, ഡെൽറ്റ 3 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയണം, അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് അസംബ്ലേഴ്സിനെയാണ് നമ്മൾ മൾട്ടി പാസ് അസംബ്ലർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു മൂവ് ഓൺ മൾട്ടിപ്പിൾ ടൈംസ് ത്രൂ ദി ഇൻപുട്ട് ഫയൽ, ദെൻ ഓൺലി യു ക്യാൻ ജനറേറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പാസ് അസംബ്ലർ പഠിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ദ പോർഷൻസ് ദാറ്റ് ഇൻവോൾവ് ഫോർവേഡ് റെഫറൻസ് ഇൻ സിമ്പിൾ ഡെഫിനിഷൻസ് ആർ സേവ്ഡ് ഡ്യൂറിങ് പാസ് 1. ഓക്കെ, എവിടേക്കാണോ ഫോർവേഡ് റെഫറൻസ് സിമ്പിൾസ് ഉള്ളത്, അതായത് നമുക്കിപ്പോൾ തൊട്ട് മുന്നത്തെ ഇവിടെ കൊടുത്തിരിക്കേണ്ട ആൽഫ ബീറ്റ ഡെൽറ്റ, അപ്പോൾ ഫോർവേഡ് റെഫറൻസ് സിമ്പിൾസിന് ഉള്ളതിനെ എല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്യാത്തതിനെ ഒക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു സിമ്പിൾ ടേബിളിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പാസ് 1ൽ. ഓക്കെ, അഡീഷണൽ പാസസ് ത്രൂ ദീസ് സ്റ്റോർഡ് ഡെഫിനിഷൻസ് ആർ സേവ്ഡ് ആൻഡ് ഈസ് ഫോളോവഡ് ബൈ പാസ് 2. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്നതിനൊക്കെ ഈ സിമ്പിൾ ടേബിളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ് 2ന് ശേഷം നമ്മൾ ഈ സിമ്പിൾ ടേബിളിലേക്കാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി എല്ലാ ഫോർവേഡ് റെഫറൻസ് സിമ്പിൾസിനെയും സ്റ്റോർ ചെയ്തിട്ടുള്ള ആ സിമ്പിൾ ടേബിളിലേക്കാണ്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഫർ ചെയ്യാത്ത അല്ലെങ്കിൽ ഫോർവേഡ് റെഫറൻസ് ആയിട്ടുള്ള ആ സിമ്പിൾസിനെ നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് സേവ് ചെയ്യുക. പിന്നീട് നമ്മൾ ആ ഓരോ ഡിഫറെൻറ്റ് പാസിലൂടെ ഇൻപുട്ട് ഫയലിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും അപ്ഡേറ്റഡ് ആയിട്ട് വരും അല്ലല്ലേ. ഓരോരോ വാല്യൂസ് നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും. ആ വാല്യൂസിനെ നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് വീണ്ടും ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഒരു ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് this one. Okay,
ഹാഫ് സൈസ്, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്കിത് വായിച്ച് നോക്കാം. ഹാഫ് സൈസ് EQ മാക്സ് ലെങ്ത് ബൈ 2. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ മാക്സ് ലെങ്ത് എന്താണെന്ന് അറിയില്ല. മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. ഓക്കെ, സെക്കൻഡ് വൺ. പിന്നെ പ്രിവറ്റ് EQ ബഫർ -1. ഓക്കെ, പ്രിവറ്റ് എന്ന് പറയുന്നത് ബഫർ -1 ആണ്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബഫർ റിസർവ് ബൈറ്റ് 4096 ബഫൻഡ് EQ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ്, ഈ ഒരു ഇൻപുട്ട് ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് മൾട്ടിപ്പിൾ പാസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഓരോരോ പാസിലൂടെയും നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ ആ സിമ്പിൾ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്, ഹാഫ് സൈസ് EQ മാക്സ് ലെങ്ത് ബൈ 2. മാക്സ് ലെങ്ത് അറിയില്ല, അപ്പോൾ മാക്സ് ലെങ്ത് എന്താ കണ്ടുപിടിക്കണം. മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ബഫൻഡ് മൈനസ് ബഫർ. ബഫൻഡ് മൈനസ് ബഫർ എന്താണെന്ന് അറിയില്ല. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ബഫൻഡ് ആൻഡ് ബഫർ. ഓക്കെ, അപ്പോൾ ബഫൻഡ് എന്താ ബഫർ എന്താണെന്ന് ഇവിടെ താഴെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ബഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിവറ്റ് കണ്ടുപിടിക്കാം. ഈ രീതിയിലെല്ലാം ഓരോന്നും 1 ബൈ 1 ആയിട്ട് താഴത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഡെഫിനിഷൻസ് നമ്മളുടെ സിമ്പിൾ ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ പിന്നെന്താണ്, അപ്പോൾ നമുക്ക് സിമ്പിൾ ടേബിളിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഹാഫ് സൈസ് EQ മാക്സ് ലെങ്ത് ബൈ 2. ഹാഫ് സൈസ് EQ മാക്സ് ലെങ്ത് ബൈ 2. ഓക്കെ, അപ്പോൾ ഹാഫ് സൈസ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, മാക്സ് ലെങ്ത് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹാഫ് സൈസിനെ നമ്മളുടെ സിമ്പിൾ ടേബിളിലേക്ക് കൊടുക്കുന്നു. എന്താണ്, ഹാഫ് സൈസ് മാക്സ് ലെങ്ത് ബൈ 2. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു &1 എന്ന് പറയുന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു, എത്ര അൺഡിഫൈൻഡ് ആയിട്ടുള്ള പിന്നെ വേരിയബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര അൺഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് &1 &2. ഇപ്പോൾ 2 സിമ്പിൾസ്, അപ്പോൾ നമുക്ക് ബാക്കിയുടെ 2 ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്. സോ മാക്സ് ലെങ്ത് മാത്രമാണ് ഇല്ലാത്തത് അല്ലേ. അപ്പോൾ മാക്സ് ലെങ്ത് എന്ന് പറയുന്നതിന് 1 ഒരു കൗണ്ടാക്കി എടുത്തിട്ട് &1 എന്ന് കൊടുക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡിന് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്തു, സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ മാക്സ് ലെങ്ത് ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്കിനി കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഹാഫ് സൈസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇവാലുവേറ്റ് വാട്ട് ഈസ് മാക്സ് ലെങ്ത്. ഓക്കെ, അപ്പോൾ മാക്സ് ലെങ്ത് നമുക്ക് എന്താണെന്ന് അറിയില്ല. സോ നമ്മൾ അതിന് അൺഡിഫൈൻഡ് സിമ്പിളായിട്ട് ഇവിടെ വെറും സ്റ്റാർ എന്നിട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ദെൻ നമുക്ക് അവിടെ ഒരു പോയിൻ്റർ വെച്ചിട്ട് മാക്സ് ലെങ്ത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഹാഫ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ സിമ്പിൾ ടേബിളിൽ ഒരു കോഡിൽ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഫസ്റ്റ് എന്തായിരുന്നു, ഹാഫ് സൈസ് EQ മാക്സ് ലെങ്ത് ബൈ 2 എന്ന് പറയുന്ന ആ ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാഫ് സൈസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് മാക്സ് ലെങ്ത് ബൈ 2. സോ വി ഡോണ്ട് നോ വാട്ട് ഈസ് മാക്സ് ലെങ്ത്. സോ നമുക്ക് ഒരു അൺഡിഫൈൻഡ് സിമ്പിളിനെയാണ് അറിയാത്തത് അല്ലേ. 2 എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് ഒന്നാണ് അറിയാത്തത്. സോ നമ്മളതിൻ്റെ കൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രയാണെന്നുള്ളത്. അപ്പം &1. ഓക്കെ, അൺഡിഫൈൻഡ് സിമ്പിളിന് എത്ര അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉണ്ട് എന്നുള്ളത് പറയുന്നതാണ് &1. ഇവിടെ ഇപ്പോൾ മാക്സ് ലെങ്ത് മൈനസ് ബഫർ എന്നുള്ള രീതിയിൽ 2 അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ആഡ് &2. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ ആഡ് ചെയ്തു. ഇനി എപ്പോഴാണോ നമുക്ക് ഈ മാക്സ് ലെങ്ത്, അപ്പോൾ മാക്സ് ലെങ്ത് നമുക്കറിയില്ല. അപ്പോൾ മാക്സ് ലെങ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഓക്കെ, മാക്സ് ലെങ്ത്തിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. സോ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്, അൺഡിഫൈൻഡ് സിമ്പിളാണ്. ഓക്കെ, സോ അതൊരു അൺഡിഫൈൻഡ് സിമ്പിളാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഈ മാക്സ് ലെങ്ത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ബാക്കിയുള്ള ലൈൻ ഓഫ് കോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ഈ ഡിപ്പെൻഡിങ് ആയിട്ടുള്ള മാക്സ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഹാഫ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ സിമ്പിൾ ടേബിളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. അപ്പോൾ ഇങ്ങനെ വരും, മാക്സ് ലെങ്ത് EQ ബഫൻഡ് മൈനസ് ബഫർ. ഇതിലിപ്പം ബഫൻഡ് എന്താണെന്നറിയില്ല, ബഫർ എന്താണെന്നല്ല. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത പോലെ തന്നെ, ഹാഫ് സൈസ് ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ &1 പകരം എന്ത് വരും, ബഫൻഡിനെ അറിയില്ല, ബഫറിനെ അറിയില്ല. സോ &2. ഓക്കെ, മാക്സ് ലെങ്ത്
ആംബ്രസാൻഡ് 2 ബഫൻഡ് മൈനസ് ബഫർ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ബഫൻഡിനെയും ബഫറിനെയും ഇത് കൊടുത്തതുപോലെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ, അത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, മേലെ കൊടുക്കണോ താഴെ കൊടുക്കണോ, ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ. സോ ബഫൻഡ് ബഫർ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾസിനെയും കൊടുക്കുക, അതിൻ്റെ കൂടെ സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബഫൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സ് ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയും, ബഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മാക്സ് ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയും. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ശേഷം ഇവിടെ ഒരു പോയിൻ്റർ വെച്ചിട്ട് ഇവിടെ ബഫറാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നു, നമുക്കതറിയില്ല. അതിനുശേഷം നമ്മളിവിടെ എന്ത് കൊടുക്കണം, മാക്സ് ലെങ്ത് എന്ന് കൊടുക്കണം. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾക്ക് ബഫർ കിട്ടുന്നത്, നമ്മൾ ആ മാക്സ്, അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡിങ് എന്ന് പറയുന്നത് അല്ലേ. ബഫറിൻ്റെയും ബഫറിൻ്റെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ മാക്സ് ലെങ്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ നമ്മളുടെ ഹാഫ് സൈസ് നമ്മളിവിടെ ആഡ് ചെയ്തു. ഹാഫ് സൈസിൽ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു, മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയില്ലായിരുന്നു. സോ മാക്സ് ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ തൊട്ട് മുന്നേ മാക്സ് ലെങ്ത്തിൻ്റെ അവിടെ നമ്മളൊരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് മാക്സ് ലെങ്ത് എപ്പോഴാണോ കിട്ടുന്നത് അവിടെ ഹാഫ് സൈസ് കൊടുത്തു. പിന്നെ മാക്സ് ലെങ്ത് എന്ന് പറയുന്ന രണ്ടാമത്തത് ആഡ് ചെയ്യുമ്പം എങ്ങനെയാണ്, ബഫണ്ടിനും ബഫറിനെയും നമുക്കറിയില്ല. സോ ബഫർ എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്തു, ബഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ബഫറും ബഫൻഡും നമുക്ക് അൺഡിഫൈൻഡ് ആയിട്ടുള്ള അറിയാത്ത സിമ്പിളാണ്. സോ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നു. വൺസ് യു ഗെറ്റ് ദി വാല്യൂ ഓഫ് ബഫറോ ബഫൻഡോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, മാക്സ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി നീഡ് ടു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഡിപ്പെൻഡിങ് ലിസ്റ്റിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. സോ ബഫറായാലും ബഫണ്ടായാലും എന്താ കണ്ടുപിടിക്കുന്നത്, മാക്സ് ലെങ്ത് ആണ്. സോ അപ്പോൾ നമുക്ക് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായി, തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ മാക്സ് ലെങ്ത് എന്തായിരുന്നു, സ്റ്റാർ ആയിരുന്നു. ഈ സ്ലൈഡിൽ എത്തിയപ്പോൾ മാക്സ് ലെങ്ത്തിൻ്റെ വാല്യൂ ബഫൻഡ് മൈനസ് ബഫറായി. സോ അത് നമ്മളവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ തന്നെ ആഡ് ചെയ്യണം അല്ലേ. മാക്സ് ലെങ്ത്തിന് വേറൊരു ഡെഫിനിഷൻ വന്നു. സോ വി ആഡഡ് എത്ര അൺഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്, 2 അൺഡിഫൈൻഡ് സിമ്പിൾസ് ഉണ്ട്, ബഫറും ഉണ്ട് ബഫൻഡും ഉണ്ട്. സോ ആംബ്രസാൻഡ് 2. ഓക്കെ, ബഫൻഡ് മൈനസ് ബഫർ എന്ന് കൊടുക്കുന്നു. നമുക്ക് എപ്പോഴാണോ ബഫൻഡ് മൈനസ് ബഫർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് മാക്സ് സൈസ് കിട്ടുള്ളൂ. മാക്സ് സൈസ് കിട്ടിയാലാണ് നമുക്ക് ഹാഫ് സൈസ് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഡിപ്പെൻഡിങ് ആയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ നമ്മൾ ഹാഫ് സൈസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കൊടുക്കണം, കാരണം നമ്മളിത് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഇതെല്ലാം നമുക്ക് അൺഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത സിമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഹാഫ് സൈസ് ചെയ്തു. പിന്നെ മാക്സ് ലെങ്ത് എന്താ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡിൽ ചെയ്തപ്പോൾ മാക്സ് ലെങ്ത് നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുത്തു. രണ്ടാമത്തത് എത്തിയപ്പോൾ നമ്മളുടെ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ബഫൻഡ് മൈനസ് ബഫർ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ മാക്സ് ലെങ്ത്തിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ബഫൻഡ് മൈനസ് ബഫർ ആഡ് ചെയ്യുന്നു. അത് 2 അൺഡിഫൈൻഡ് സിമ്പിൾസ് ആയതുകൊണ്ട് നമ്മൾ ആംബ്രസാൻഡ് 2 എന്ന് കൊടുക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്, മാക്സ് ലെങ്ത് കിട്ടും. മാക്സ് ലെങ്ത് കിട്ടിയാൽ നമുക്കൊരു ഡിപ്പെൻഡിങ് ലിസ്റ്റ് ആയിട്ട് ഹാഫ് സൈസിനെ കൊടുക്കാം. സോ ഹാഫ് സൈസിന് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ബഫറിനെയും ബഫൻഡിനെയും നമുക്കറിയില്ല. സോ അറിയാത്തത് കാരണം നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നു. വൺസ് യു ഗെറ്റ് ബഫൻഡും ബഫറും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആരെയാണ്, മാക്സ് ലെങ്ത് ആണ് അല്ലേ. അതിനെ നമ്മൾ ഡിപ്പെൻഡിങ് ലിസ്റ്റ് എടുത്ത് കൊടുക്കുന്നു അല്ലേ. ബഫൻഡും ബഫറും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഗെറ്റ് മാക്സ് ലെങ്ത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അതും കിട്ടി. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിവറ്റ് ഇ ക്യു ബഫർ -1. പ്രിവറ്റ് ഇ ക്യു ബഫർ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ എന്താണ്, പ്രിവറ്റ് എന്ന് പറയുന്നത് ഇ ക്യു ബഫർ -1. ഓക്കെ, അപ്പം ഇവിടെ ഒരു അൺഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ പ്രിവറ്റിനെയും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. പ്രിവറ്റിനെയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഒരു അൺഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആംബ്രസാൻഡ് 1 ദെൻ ബഫർ. ഓക്കെ, ബഫറാണ്. ബഫറിനെയും കൂടി നമ്മളവിടെ ആഡ് ചെയ്യും. ബഫർ നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബഫർ, അതാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാനുള്ളത്. സോ ബഫർ -1. അപ്പോൾ എന്താണ് വരുന്നത്, അപ്പോൾ നമ്മളുടെ പ്രിവറ്റിനെ ഇവിടെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ബഫറിനെ അല്ലെങ്കിൽ പ്രിവറ്റ് ആംബ്രസാൻഡ് 1 ബഫർ -1 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബഫറിൻ്റെ കൂടെ, അപ്പോൾ ബഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തും കൂടി കിട്ടും. ആദ്യം നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ ബഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളവിടെ ഒരു ഡിപ്പെൻഡിങ് ലിസ്റ്റ്, മാക്സ് ലെങ്ത്തിലേക്ക് ഒരു ഡിപ്പെൻഡിങ് ലിസ്റ്റ് കൊടുത്തു. പിന്നെ നമ്മൾ പ്രിവറ്റ് വന്നപ്പോൾ ബഫറിൻ്റെ അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പ്രിവറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബഫറിൻ്റെ കൂടെ നമ്മൾ വേറൊരു ഡിപ്പെൻഡിങ് ലിസ്റ്റായ പ്രിവറ്റിനെയും കൂടി ആഡ് ചെയ്യുന്നു അല്ലേ. ഈ 2 വാല്യൂസ് മാക്സ് ലെങ്ത്തും പ്രിവറ്റും ഒക്കെ ബഫർ എന്ന് പറയുന്നത്
പറയുന്നതിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അവിടെ ഒരു ഡിപ്പെൻഡിങ് ലിസ്റ്റായിട്ട് മാക്സ് ലെങ്ത്തിനെയും പ്രിവറ്റിനെയും കൊടുക്കുന്നു. ഓക്കെ, ബാക്കി പിന്നെ പ്രിവറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ ആ സിമ്പിളിൽ ആഡ് ചെയ്യുന്നത്, ഒരു അൺഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആംപർസാൻഡ് 1 ബഫർ -1. ഓക്കെ, അടുത്തത് എന്തായിരുന്നു, ബഫർ റിസർവ് ബൈറ്റ് 4096. ബഫർ റിസർവ് ബൈറ്റ് 4096 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു ഡെസിമൽ വാല്യൂ ആണ്, റിസർവ് ബൈറ്റാണ്. ഡെസിമൽ വാല്യൂ 4096 കറസ്പോണ്ടിങ് ഹിക്സ എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം EQ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ സിമ്പിൾ ടേബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, റിസർവ് ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ബഫർ ഇവിടെ ഇരിക്കുന്ന ലൊക്കേഷനിലെ അഡ്രസ്സ് എന്താണോ അതാണ് നമ്മളുടെ സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ ഇപ്പോൾ EQ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ നമ്മളുടെ സിമ്പിൾ ടേബിളിലേക്ക് എന്ത് ചെയ്ത് കൊടുത്തത്, ആഡ് ചെയ്ത് കൊടുത്തത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിസർവ് ബൈറ്റ്സ് ഒക്കെ വേറെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബഫർ എന്താണോ ആ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ കൗണ്ടറിലുള്ള വാല്യൂ ആണ് നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. സോ സപ്പോസ് നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടറിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 1034 ആണെന്ന് വെക്കുക. ഓക്കെ, സപ്പോസ് 1034 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നെക്സ്റ്റ് 1034 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൽ എന്ത് ആഡ് ചെയ്യേണ്ടി വരും, ബഫറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബഫറിൻ്റെ സൈസ് അല്ല, ബഫറും ലൊക്കേഷൻ കൗണ്ടറിലെ അഡ്രസ്സും ആഡ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ എങ്ങനെ വരും, ബഫറും ലൊക്കേഷൻ. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ എന്താണ് വിചാരിക്കുന്നത്, ബഫറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബഫറിൻ്റെ വാല്യൂ സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 1034 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് അതിൻ്റെ സിമ്പലും എന്താണോ ലേബലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലൊക്കേഷൻ അഡ്രസ്സുമാണ് സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4th ലൈൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ബഫറിൻ്റെ വാല്യൂ എന്ത് കിട്ടും, ബിക്കോസ് ഇറ്റ് ഈസ് റിസർവ് ബൈറ്റ് ആയത് കാരണം ബഫറിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1034 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ബഫർ 1034 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ബഫറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താണ്, നമ്മളുടെ അടുത്തൊരു ലൈന് ബഫൻഡ് EQ സ്റ്റാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ ആണ് കേട്ടോ അല്ലേ. ബഫൻഡ് EQ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ അഡ്രസ്സ്. അപ്പോൾ കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ അഡ്രസ്സ് നമുക്ക് എങ്ങനെ കിട്ടുക, നമ്മൾ ഇവിടെ റിസർവ് ബൈറ്റ് 4096 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 4096ൻ്റെ കറസ്പോണ്ടിങ് ഹിക്സ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1034ലേക്ക് 1000 കൂടി ആഡ് ചെയ്യുമ്പം 2034 എന്ന് വരും അല്ലേ. അപ്പോൾ 2034 ആണ് നമ്മളുടെ അടുത്ത കറണ്ട് ലൊക്കേഷൻ കൗണ്ടറിലെ വാല്യൂ. അപ്പോൾ നമ്മൾ ബഫൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബഫൻഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ബഫറിൻ്റെ വാല്യൂ നമുക്ക് 1034 ആണെന്ന് സപ്പോസ് നമുക്ക് 1034 ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബഫർ 1034 വാല്യൂ കൊടുത്തു. ദെൻ നമ്മളുടെ ബഫൻഡ് എന്ത് വരും, ബഫൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ബഫൻഡിൻ്റെ വാല്യൂ എന്ത് വരും, 2034 എന്ന് വരും അല്ലേ. അടുത്ത കറണ്ട് ലൊക്കേഷൻ അഡ്രസ്സ് ആവണമെന്നാണ് EQ പറഞ്ഞിട്ടുള്ളത്. ആ EQയിലേക്ക് അസൈൻ ചെയ്യുന്നത് എന്താണ്, സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ കൗണ്ടറിലെ കറണ്ട് വാല്യൂ എന്താണോ അതാണ്. അപ്പോൾ ബഫൻഡിൻ്റെ വാല്യൂ എന്താവും, 2034 ആവും അല്ലേ. നമ്മൾ 1000 ആണ് 4096 എന്ന് പറയുന്നതിൻ്റെ ഹിക്സ ഇക്വാലൻ്റ് 1000 ആണ് നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യുക. സോ ബഫൻഡിൻ്റെ വാല്യൂ 2034 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബഫർ നമുക്ക് 1034 കിട്ടി. ദെൻ 4096 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കിവിടെ എന്ത് വരും, 2034 എന്ന് വരും. ഓക്കെ, 1034 കൂടി 1000 ആഡ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പം 2034 വന്നു ഇവിടെ. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് വാല്യൂ ഇത് കിട്ടി. അപ്പോൾ മാക്സ് ലെങ്ത്തിൽ ഇനി നമുക്ക് എന്താണ്, ബഫറിൻ്റെ വാല്യൂ കിട്ടി. ബഫർ 1034 ഇവിടെ ബഫർ നമുക്ക് ഇവിടെ ഈ ഒരു ലൈൻ റീഡ് ചെയ്യുമ്പം ബഫർ 1034 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്പെൻഡിങ് ലിസ്റ്റുകൾ എന്തായിരുന്നു, ഒന്ന് പ്രിവട്ടായിരുന്നു അല്ലേ. നമ്മളിവിടെ ഡിപ്പെൻഡിങ് ലിസ്റ്റ് നോക്കാം. ബഫറിൻ്റെ ഡിപ്പെൻഡിങ് ലിസ്റ്റ് ഒന്ന് പ്രിവറ്റും ഒന്ന് മാക്സ് ലെങ്ത്തും അല്ലേ. അപ്പോൾ നമുക്ക് ബഫറിൻ്റെ വാല്യൂ ഇവിടെ 1034 കിട്ടുമ്പോൾ പ്രിവറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ബഫർ -1 അല്ലേ. 1034 -1 സോ 1033. അപ്പോൾ നമുക്ക് പ്രിവറ്റ് കിട്ടി. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരുന്നത്, മാക്സ് ലെങ്ത് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. മാക്സ് ലെങ്ത്തിലേക്ക് എന്താണ്, ബഫറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ബഫറിനെ നമുക്ക് അറിയാം. അപ്പോൾ മാക്സ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ബഫറിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് മാക്സ് ലെങ്ത്തിൽ ഇനി എത്ര അൺഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്, ഒരു അൺഡിഫൈൻഡ് സിമ്പിളുള്ളൂ. കാരണം ബഫർ നമുക്ക് ഓൾറെഡി ഇവിടെ 1034 ആണെന്ന് കിട്ടി. സോ നമ്മളിവിടെ ആംബ്രസാൻഡ് വാല്യൂ എന്താക്കി മാറ്റും, ആംബ്രസാൻഡ് 1 ആക്കി മാറ്റും. ഇതുവരെ ആംബ്രസാൻഡ് 2 ആയിരുന്നു, ബഫറിൻ്റെ വാല്യൂ അറിഞ്ഞപ്പോൾ ആംബ്രസാൻഡ് 1 ആയി. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ബഫറിൻ്റെ വാല്യൂ കിട്ടി, പ്രിവറ്റിൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ ബഫൻഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ബഫൻഡ് എന്ന് പറയുന്നത് EQ* ആണ് പറഞ്ഞത്, കറണ്ട് ആയിട്ടുള്ള ലൊക്കേഷൻ കൗണ്ടറിലെ വാല്യൂ. അതെന്ത് വരും? 1034 ആയിരുന്നു കറൻ്റ്ലി, പ്ലസ് 1000 കൂടി ആഡ് ചെയ്യുമ്പോൾ 2034 എന്ന് വരും. സോ നമ്മളുടെ ബഫൻഡിൻ്റെ വാല്യൂ 2034 ആവും. സോ 2034 എന്ന് പറയുന്നത് നമ്മൾ ബഫൻഡ് കിട്ടി. അപ്പോൾ 2034 മൈനസ് 1034 എന്ത് വരും? 1000 വരും അല്ലേ? നമുക്ക് മാക്സ് ലെങ്ത് ആണ് കിട്ടേണ്ടത്. ബഫൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2034 ആണ്, മൈനസ് ബഫറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1034 ആണ്. സോ വി ഗെറ്റ് 1000. അപ്പോൾ 1000 ആവും നമ്മളുടെ മാക്സ് ലെങ്ത്. സോ മാക്സ് ലെങ്ത് അവിടെ നമുക്ക് 1000 എന്ന് കിട്ടി. ഈ മാക്സ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എന്ത് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഡിപ്പെൻഡിങ് ലിസ്റ്റിലുള്ളത് ഹാഫ് സൈസ്. അപ്പോൾ ഹാഫ് സൈസിലോട്ട് പോകുന്നു. അപ്പോൾ 1000/2 എന്ത് വരും? 500. അപ്പോൾ 500 ആണ് ഇവിടെ ഹാഫ് സൈസിൻ്റെ വാല്യൂ വരിക. സോ എന്തൊക്കെയാണ് ആ വാല്യൂസ് എന്ന് നോക്കാം. ആദ്യം ബഫറിൻ്റെ വാല്യൂ 1034 നമുക്ക് കിട്ടി. ഇവിടെ 1034 ആണ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്കത് കിട്ടി. 1034 കിട്ടിയപ്പം ഒബിയസ്ലി നമുക്ക് പ്രിവറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളത് പറയുന്നത് ഡിപ്പെൻഡിങ് ലിസ്റ്റിലുണ്ടായിരുന്നു. സോ പ്രിവറ്റ് കിട്ടി. പ്രിവറ്റ് കിട്ടിയപ്പോൾ നമുക്ക് എന്തായിരുന്നു അതിന് ശേഷം, പ്രിവറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ബഫൻഡിൻ്റെ വാല്യൂം കൂടി കാൽക്കുലേറ്റ് ചെയ്തു. എന്തായിരുന്നു? 2034 എന്ന് പറയുന്ന കറണ്ട് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ കിട്ടി. അതിനുശേഷം ബഫറും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മാക്സ് ലെങ്ത് കിട്ടി. ബഫൻഡ് മൈനസ് ബഫർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മാക്സ് ലെങ്ത് കിട്ടി. മാക്സ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒബിയസ്ലി നമുക്ക് ഹാഫ് സൈസ് കിട്ടണം. ഇറ്റ് ഈസ് നോട്ട് 800 കേട്ടോ, അത് എത്രയാണ്? 500 ആണ് അല്ലേ? 1000/2 ഇറ്റ് ഈസ് 500 ഇയർ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ മൾട്ടി പാസ് അസംബ്ലർ. സോ നമ്മളത് കംപ്ലീറ്റ്ലി നമ്മൾ ഹാഫ് സൈസിലേക്ക് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ പാസസിലൂടെ നമ്മൾ കടന്നുപോയി. ഈ മൾട്ടിപ്പിൾ പാസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് പാസിൽ തന്നെ അതിനെ തന്നെ നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ആ സിമ്പിൾ ടേബിളിന് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യാണ്? പാസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.